തലസ്ഥാന നഗരിയിലേക്കാണ്. തലസ്ഥാന നഗരിക്ക് തൊട്ടരികെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് കായലിനാലും കടലിനാലും ചുറ്റപ്പെട്ട ഒരു കൊച്ചു തുരുത്തുണ്ട്, ഇടയാർ ഐലൻഡ്. നഗരത്തിന്റെ ബഹളങ്ങൾ ഏൽക്കാതെ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഈ ദ്വീപിലാണ് 80-ലധികം വർഷത്തെ ചരിത്രമുള്ള ഫാത്തിമ മാതാ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കടലിന്റെ മക്കളുടെ കണ്ണീരും പ്രാർത്ഥനയും കേൾക്കുന്ന ശാന്തത തേടിയെത്തുന്നവർക്ക് അഭയകേന്ദ്രമായ ഈ പുണ്യഭൂമിയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. തിരുവനന്തപുരം പൂന്തുറ ബീച്ചിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം അകലെ ഇടയാർ ജംഗ്ഷനിലാണ് പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ നാമത്തിലുള്ള ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കായൽക്കാറ്റിന്റെ കുളിർമയും പ്രകൃതി ഭംഗിയും തുളുമ്പുന്ന ഒരു കൊച്ചു ഗ്രാമീണ ദേവാലയം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള ഈ പള്ളി കേവലം 20-30 കുടുംബങ്ങൾ മാത്രമടങ്ങുന്ന ഒരു കൊച്ചു വിശ്വാസ സമൂഹത്തിന്റെ കേന്ദ്രമാണ്. 1944 രൂപം കൊണ്ട ഈ ദേവാലയം അതിന്റെ ലാളിത്യം കൊണ്ടും ശാന്തത കൊണ്ടും തിരുവനന്തപുരത്തെ മറ്റ് പള്ളികളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. ആഴക്കടലിലേക്ക് ജീവൻ പണയം വെച്ച് മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു ആശ്വാസ കേന്ദ്രമാണിത്. കടലിലേക്ക് പുറപ്പെടും മുൻപ് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. കായലിന്റെയും കടലിന്റെയും സാമീപ്യം ഈ പുണ്യഭൂമിക്ക് നൽകുന്ന ആത്മീയ അനുഭൂതി വാക്കുകൾക്കപ്പുറമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകിട്ട് 5:30ക്കും നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു. വെള്ളിയാഴ്ചകളിലെ നൊവേന പ്രാർത്ഥനയും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. എല്ലാ വർഷവും മെയ് മാസം 13-ാം തീയതിയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത്. ജാതിമത ഭേദമന്യേ നാനാ തുറകളിലുള്ള ആളുകൾ ഒത്തുചേരുന്ന ഈ തിരുനാൾ ദിനം പ്രാർത്ഥനയുടെയും സൗഹാർദ്ദത്തിന്റെയും വലിയൊരു സംഗമ ഭൂമിയായി മാറാറുണ്ട്. ഞാൻ ജനിച്ച കാലം കൊണ്ട് കാണുന്ന പള്ളിയാണ്. ഇവിടെ ഒരു 10-20 കുടുംബങ്ങളാണ് ഈ ദ്വീപിനകത്ത് ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ പുറത്ത് പൂന്തറ അടുത്തൊരു ദ്വീപുണ്ട്, പൂന്തറ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു വിശ്വാസം അത് നമുക്ക് പണ്ടേ ഉണ്ട്, ഇപ്പോഴും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാർ അടുത്ത തുരുത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ദിവസമാണ്, ഒരാഴ്ചയിൽ 2 ദിവസമാണ് ആരാധന, വ്യാഴാഴ്ചയും ഞായറാഴ്ചയും. മനസമാധാനവും പ്രാർത്ഥനയ്ക്കായി ഒരു ശാന്തമായ അന്തരീക്ഷവും ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും അനുയോജ്യമായൊരിടമാണിത്. കടൽ പോലെ വിശാലമായ മനസ്സുള്ള മാതാവ് തന്നെ തേടിയെത്തുന്ന ഒരൊറ്റ മകനെയും നിരാശനാക്കി മടക്കാറില്ലെന്നാണ് ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ സാക്ഷ്യം. തിരുവനന്തപുരം സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും തീർത്ഥാടകനും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട, അനുഭവിച്ചറിയേണ്ട ഒരു പുണ്യ ഇടമാണ് പൂന്തുറയിലെ ദേവാലയം. കടൽ പോലെ വിശാലമായ മനസ്സുള്ള മാതാവ് തേടിയെത്തുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന കേൾക്കുന്ന പുണ്യയിടം. തിരുവനന്തപുരത്തെത്തുന്ന ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒന്നുകൂടിയാണ് ഫാത്തിമ മാതാ ദേവാലയം. ക്യാമറമാൻ അനീഷ് മലയൻകീഴിയോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.